ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ കേരള PSCയുടെ 2025 വർഷത്തെ പരീക്ഷയുടെ മെയിൻസ് ഏകദേശം അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ നമ്മളുള്ളത്. നമ്മുടെ പരീക്ഷയുടെ മെയിൻസിന്റെ സിലബസ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അതിന്റെ അകത്ത് വലിയൊരു ഏരിയ ആയിട്ട് വരുന്നത് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. ആ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ അകത്ത് കൂടുതലും നിയമവിഷയങ്ങളുമാണ്. അപ്പൊ ആ നിയമവിഷയങ്ങളെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ളതാണ് നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. ഞാൻ അഡ്വക്കേറ്റ് ഷഹനാസ് സൽമ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയം, പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് BNSS 2023 ആണ്. BNSS എന്ന് പറയുന്ന നിയമത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന് പറയുന്ന 2023 വന്നിട്ടുള്ള എന്ന് പറയുമ്പോൾ 2023 പാസ്സാക്കിയെടുത്ത് 2024 ജൂലൈ മാസം 1 തീയതി പ്രാബല്യത്തിൽ വന്നിട്ടുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ക്രിമിനൽ പ്രൊസീജിയറൽ നിയമമാണ്. അപ്പൊ ആ നിയമത്തെ സംബന്ധിച്ച് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ നിയമത്തെ മാത്രമല്ല മറ്റ് നിയമങ്ങളെല്ലാം സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റെല്ലാ നിയമങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ BNSS ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ BNSS ആദ്യത്തെ മൊഡ്യൂളിൽ പറയുന്ന ഏതാനും ചില ഡെഫിനിഷൻസ് ആണ് നോക്കുന്നത്. സ്ലൈഡ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമ്മുടെ ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞ ഡെഫിനിഷൻസ് ആണ്. അപ്പൊ മൊഡ്യൂളിന്റെ അകത്തുള്ള പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. ബെയിലബിൾ ഒഫൻസ്, അതുപോലെ നോൺ ബെയിലബിൾ ഒഫൻസ്. ബെയിലബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ജാമ്യം കിട്ടുന്ന കുറ്റകൃത്യങ്ങൾ. നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടാത്ത കുറ്റകൃത്യങ്ങൾ എന്ന് പറയാം. അപ്പൊ അതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പം എന്താണ് ബെയിലബിൾ ഒഫൻസ്, എന്താണ് നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് പഠിക്കുന്നു? എന്താണ് ബെയിൽ എന്ന് പഠിക്കുന്നു. അപ്പൊ നമുക്ക് എന്താണ് ബെയിൽ എന്ന് നോക്കാം. അപ്പൊ ബെയിലിനെ നമ്മുടെ BNSSന്റെ അകത്ത് ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 2(1)(b)യിലാണ്. സെക്ഷൻ 2(1)(b), ബി ഫോർ ബെയിൽ. ഓക്കെ, അവിടെയാണ് ബെയിലിനെ ഡിഫൈൻ ചെയ്യുന്നത്. സെക്ഷൻ 2(b) എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ബെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബെയിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്താണ് ജാമ്യം എന്ന് പറഞ്ഞാല്? നിയമപരമായിട്ട് കസ്റ്റഡിയിലുള്ള ഒരാളെ കസ്റ്റഡിയിൽ നിന്ന് റിലീസ് ചെയ്യുന്നതിനല്ലേ നമ്മൾ ജാമ്യം എന്ന് പറയുന്നത്? നിയമപരമായിട്ട് നിയമത്തിന്റെ കസ്റ്റഡിയിലുള്ള ഒരു വ്യക്തിയെ ആ കസ്റ്റഡിയിൽ നിന്നും റിലീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ജാമ്യം എന്ന് പറയുക. അത് തന്നെയാണ് ബെയിലിന്റെ ഡെഫിനിഷനും പറയുന്നത്. വായിച്ചു നോക്കാം. ബെയിൽ മീൻസ് ദ റിലീസ് ഓഫ് എ പേഴ്സൺ. എങ്ങനെയുള്ള പേഴ്സൺ ആണ്? ഹു ഈസ് അക്യൂസ്ഡ് ഓർ സസ്പെക്റ്റഡ് ഓഫ് കമ്മിറ്റിംഗ് എൻ ഒഫൻസ് ആണ്. ഒന്നുകിൽ അയാൾ പ്രതിയാണ്, അല്ലെങ്കിൽ അയാൾ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്ന് സംശയിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. അയാളെ ലോഫുൾ ആയിട്ടുള്ള ഫ്രം ദി ലോഫുൾ കസ്റ്റഡി, അയാളെ ലോഫുൾ ആയിട്ടുള്ള കസ്റ്റഡിയിൽ നിന്നും റിലീസ് ചെയ്യുന്നതിനെയാണ് ബെയിൽ എന്ന് പറയുന്നത്. പിന്നെ ബെയിൽ എപ്പോഴും എന്തിന്റെ ബേസിലായിരിക്കും? ഏതെങ്കിലും സർട്ടൻ കണ്ടീഷൻസിന്റെ ബേസിലായിരിക്കും. ഉപാധികളോട് കൂടിയായിരിക്കും ജാമ്യം ഉണ്ടാവുക, ജാമ്യം നൽകുന്നുണ്ടാവുക. അപ്പൊ അതും കൂടെ അവിടെ പറയുന്നുണ്ട്. സോ നമുക്ക് കൂട്ടി വായിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് പറയാ? ബെയിൽ എന്ന് പറഞ്ഞാൽ റിലീസ് ഓഫ് എ പേഴ്സൺ ഹു ഈസ് അക്യൂസ്ഡ് ഓർ സസ്പെക്റ്റഡ് ഓഫ് കമ്മിറ്റിംഗ് എൻ ഒഫൻസ് ഫ്രം ദി ലോഫുൾ കസ്റ്റഡി ഓൺ സർട്ടൻ കണ്ടീഷൻസ്. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് ജാമ്യം എന്ന് പറഞ്ഞാല്. അപ്പൊ ഈ ജാമ്യം എന്താ എന്ന് മനസ്സിലായാലേ നമുക്ക് ജാമ്യത്തിന്റെ ബേസിൽ കുറ്റകൃത്യങ്ങളെ, ജാമ്യം കിട്ടുന്ന കുറ്റകൃത്യങ്ങൾ, ജാമ്യം കിട്ടാത്ത കുറ്റകൃത്യങ്ങൾ എന്നുള്ള ക്ലാസിഫിക്കേഷൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഇത് നമുക്ക് സിലബസിൽ ബെയിൽ ആക്ച്വലി പഠിക്കാനില്ല, എന്നിട്ട് പോലും നമ്മൾ അത് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ബെയിൽ എന്താന്ന് മനസ്സിലായല്ലോ. നമുക്കിനി എന്താണ് ബെയിലബിൾ ഒഫൻസ് എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ബെയിലബിൾ ഒഫൻസ് എന്ന് നോക്കാം. BNSSൽ ബെയിലബിൾ ഒഫൻസിനെ ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 2(1)ൽ സിയിലാണ്. സെക്ഷൻ 2(c)യിലാണ് എന്താണ് ബെയിലബിൾ ഒഫൻസ് എന്ന് BNSSൽ പറയുന്നത്. അപ്പൊ BNSS പറയുന്നത് എന്താണ്? ബെയിലബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ അതൊരു തരം കുറ്റകൃത്യമാണ്. ദാറ്റ് ഈസ് ലിസ്റ്റഡ് ഇൻ ദി ഫസ്റ്റ് സ്കെഡ്യൂൾ ഓഫ് BNSS. BNSSന്റെ ഒന്നാം പട്ടികയിൽ ബെയിലബിൾ ഒഫൻസ് എന്ന് പറയുന്നത് ഏതൊക്കെ കുറ്റകൃത്യങ്ങളാണോ ആ കുറ്റകൃത്യങ്ങളെല്ലാം ബെയിലബിൾ ഒഫൻസ് ആണ് എന്നാണ് നമ്മുടെ ഡെഫിനിഷൻ പറയുന്നത്. അപ്പൊ നമ്മുടെ BNSSന്റെ അവസാനത്തിൽ എന്തുണ്ട്? കുറ്റകൃത്യങ്ങളുടെ ഒരു പട്ടികയുണ്ട്. ആ പട്ടികക്കകത്ത് ഏതൊക്കെ കുറ്റകൃത്യങ്ങളാണ് ബെയിലബിൾ എന്ന് പറയുന്നത്, അതെല്ലാം ബെയിലബിൾ ആണ്, അതെല്ലാം ജാമ്യം കിട്ടുന്ന കുറ്റകൃത്യങ്ങളാണ് എന്നാണ് നമ്മുടെ ഡെഫിനിഷനിൽ സെക്ഷൻ 2ന്റെ ക്ലോസ് 1ൽ അല്ലെങ്കിൽ സബ്സെക്ഷൻ 1ൽ സി ആയിട്ടുള്ള ഡെഫിനിഷനിൽ പറയുന്നത്. സോ ബെയിലബിൾ ഒഫൻസ് മീൻസ് an offense that is listed as bailable. എവിടെയാണ് ലിസ്റ്റ് ചെയ്തേക്കുന്നത്? ഇൻ ദി ഫസ്റ്റ് സ്കെഡ്യൂൾ ഓഫ് BNSS. എവിടെയാണ് ഈ സ്കെഡ്യൂൾ കാണപ്പെടുന്നത്? BNSSന്റെ പെയർ ആക്ട് ഒക്കെ നമ്മൾ നോക്കും, അല്ലെങ്കിൽ BNSS നമ്മൾ എടുത്തു നോക്കും, അതിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് ഉണ്ടാവും സ്കെഡ്യൂൾ. രണ്ട് സ്കെഡ്യൂൾ ഉണ്ട്. അതിൽ ഒന്നാമത്തെ സ്കെഡ്യൂളിന്റെ അകത്ത് എന്ത് പറയുന്നുണ്ട്? കുറെ കുറ്റകൃത്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആ കുറ്റകൃത്യങ്ങൾ എന്താണ്? അതിൽ ബെയിലബിൾ ആയിട്ടുള്ളത് ഏതാ, നോൺ ബെയിലബിൾ ആയിട്ടുള്ളത് ഏതാന്നൊക്കെ കൃത്യമായിട്ട് ആ സ്കെഡ്യൂൾ പറയുന്നുണ്ട്. അപ്പൊ അവിടെ ബെയിലബിൾ ആയിട്ട് പറയുന്ന ഒഫൻസുകളെയാണ് ബെയിലബിൾ ഒഫൻസ് എന്ന് പറയുന്നത് എന്നാണ് സെക്ഷൻ 2(c)യിൽ പറയുന്നത്.
പിന്നെ എന്താണ് നമ്മൾ ഒന്ന് രണ്ട് അഡീഷണൽ പോയിന്റ്സ് നമ്മൾ നോക്കി വെക്കുകയാണെങ്കിൽ ബെയിലബിൾ ഒഫൻസിന്റെ അകത്ത് ആരാണ് ജാമ്യം കൊടുക്കുന്നത്? അവിടെ ജാമ്യം കൊടുക്കാൻ അതോറിറ്റി ഉള്ള രണ്ടാളുകളുണ്ട്. ഒന്ന് പോലീസ് ഓഫീസർ, അതായത് ഒരു പോലീസ് സ്റ്റേഷന്റെ അകത്തുനിന്ന് ജാമ്യം എടുക്കാൻ പറ്റുന്ന കുറ്റകൃത്യങ്ങളാണ് ബെയിലബിൾ ഒഫൻസ്. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മാത്രം എന്നല്ല, പോലീസ് സ്റ്റേഷനിൽ നിന്നോ അല്ലെങ്കിൽ കോടതിക്കോ ജാമ്യം കൊടുക്കാൻ അധികാരപ്പെട്ട വിഷയങ്ങളാണ് ബെയിലബിൾ ഒഫൻസിന്റെ അകത്ത് വരുന്നത്. സോ ഏതർ പോലീസ് ഓഫീസർ ഓർ ദി കോർട്ട് ക്യാൻ ഗ്രാന്റ് ബെയിൽ ഇൻ ബെയിലബിൾ ഒഫൻസസ്. അല്ലെ, ബെയിലബിൾ ഒഫൻസിൽ ജാമ്യം കിട്ടുന്ന കുറ്റകൃത്യങ്ങളിൽ ജാമ്യം കൊടുക്കാൻ പോലീസിനും അധികാരമുണ്ട്, അതുപോലെ കോടതിക്കും അധികാരമുണ്ട്. അവിടെ ബെയിൽ എന്ന് പറയുന്നത് ആ വ്യക്തി, ബെയിലബിൾ ഒഫൻസിൽ ബെയിൽ കിട്ടുക എന്നുള്ളത് ആ അക്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്ന് സസ്പെക്ട് ചെയ്യുന്ന ആ വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ അവകാശമാണ് ജാമ്യം കിട്ടുക എന്നുള്ളത്. ബെയിൽ ഈസ് എ മാറ്റർ ഓഫ് റൈറ്റ് ഇൻ ബെയിലബിൾ ഒഫൻസസ്. അല്ലെ, ബെയിലബിൾ ഒഫൻസിൽ ബെയിൽ ഒരു മാറ്റർ ഓഫ് റൈറ്റ് ആണ്. ബെയിൽ ഗ്രാന്റ് ചെയ്യാൻ ആർക്കൊക്കെ പറ്റും? കോടതിക്ക് പറ്റും, അതുപോലെ തന്നെ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ അകത്തുനിന്നും ബെയിൽ കിട്ടാനുള്ള അധികാരമുണ്ട് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ എന്താണ്? ഒരു ബെയിലബിൾ കുറ്റകൃത്യത്തിന് എക്സാമ്പിൾ ആയിട്ട് രണ്ട് മൂന്ന് എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒന്ന് വോളണ്ടറിലി കോസിങ് ഹേർട്ട്, ഒരാൾക്ക് മുറിവേൽപ്പിക്കുക എന്നുള്ളത് എന്താണ്? സിമ്പിൾ ഹേർട്ട് എന്നൊക്കെ പറയാൻ പറ്റുന്ന കാര്യം, അത് ഒരു ബെയിലബിൾ കുറ്റകൃത്യമാണ്. അതുപോലെ പബ്ലിക് ന്യൂയിസൻസ് ക്രിയേറ്റ് ചെയ്താൽ അതൊരു ബെയിലബിൾ കുറ്റകൃത്യമാണ്. ക്രിമിനൽ ഇന്റിമിഡേഷൻ, ക്രിമിനൽ രീതിയിലുള്ള ഭീഷണിപ്പെടുത്തൽ ഒരു ബെയിലബിൾ കുറ്റകൃത്യമാണ്. ഇതെല്ലാം ബെയിലബിൾ കുറ്റകൃത്യത്തിന് ഉദാഹരണമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതാണ് ബെയിലബിൾ ഒഫൻസ്. സെക്ഷൻ 2ന്റെ 1C ബെയിലബിൾ ഒഫൻസിനെ ഡിഫൈൻ ചെയ്യുന്നത്. എന്താണ് ബെയിലബിൾ ഒഫൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് സ്കെഡ്യൂളിൽ പറയുന്ന ബെയിലബിൾ ഒഫൻസ് ആയിട്ട് പറയുന്ന എല്ലാ ഒഫൻസുകളും ബെയിലബിൾ ഒഫൻസ് ആണ്. കോടതിക്കും ജാമ്യം കൊടുക്കാനുള്ള അധികാരമുണ്ട്, അതുപോലെ പോലീസ് ഓഫീസർക്ക് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ അകത്തുനിന്നും ബെയിൽ കിട്ടാനുള്ള അധികാരമുള്ള, ബെയിൽ ഒരു റൈറ്റ് ആയിട്ട് ആ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളെ സംബന്ധിച്ച് അയാളുടെ അവകാശമായിട്ട് ബെയിൽ മാറുന്ന ഒരു കൈൻഡ് ഓഫ് കുറ്റകൃത്യങ്ങളാണ് ബെയിലബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് നോൺ ബെയിലബിൾ ഒഫൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ നോൺ ബെയിലബിൾ ഒഫൻസ് ആണ് നോക്കുന്നത്. ബെയിലബിൾ ഒഫൻസിനെ ഡിഫൈൻ ചെയ്യുന്ന അതേ സെക്ഷനിൽ തന്നെയാണ് എന്ത് നോൺ ബെയിലബിളിനെ ഡിഫൈൻ ചെയ്യുന്നത്. സെക്ഷൻ 2(1)(c ആണ്. BENESSന്റെ സെക്ഷൻ 2(1)(c)യിലാണ് ബെയിലബിളിനെ നോൺ ബെയിലബിളിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണോ ബെയിലബിൾ ഒഫൻസ് എന്ന് പറഞ്ഞത് അതല്ലാത്തതെല്ലാം നോൺ ബെയിലബിൾ ആണ്. അപ്പൊ നമ്മുടെ BNSSന്റെ അവസാനത്തിൽ പറയുന്ന സ്കെഡ്യൂൾ, ഒന്നാം സ്കെഡ്യൂളിന്റെ അകത്ത് ഏതൊക്കെയാണോ നോൺ ബെയിലബിൾ ഒഫൻസ് ആയിട്ട് പറയുന്നത് അതെല്ലാം നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ഇപ്പൊ BNSSൽ മാത്രമല്ല, മറ്റേതെങ്കിലും ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ ഉണ്ടെങ്കിൽ ആ നിയമത്തിന്റെ അകത്തും ഒരു കുറ്റകൃത്യം നോൺ ബെയിലബിൾ ആണെന്ന് പറയുകയാണെങ്കിൽ ആ കുറ്റകൃത്യം എന്താണ്? നോൺ ബെയിലബിൾ ആണ്. ബെയിലബിൾ അല്ലാത്തതെല്ലാം നോൺ ബെയിലബിൾ ആണ്, അല്ലെങ്കിൽ പർട്ടിക്കുലർലി നോൺ ബെയിലബിൾ എന്ന് പറയുന്ന നിയമങ്ങളും ഉണ്ട്. BNSSലൊക്കെ കൃത്യമായിട്ട് എന്തുണ്ട്? ഒരു പട്ടികയാണ്, സ്കെഡ്യൂൾ ആയിട്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ ഒഫൻസിനെയും പറയുന്നുണ്ട്, ഇത് ബെയിലബിൾ ആണ്, നോൺ ബെയിലബിൾ ആണ്. ഇങ്ങനെ ഓരോന്നും ബെയിലബിൾ ആണോ നോൺ ബെയിലബിൾ ആണോ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ BNSSന്റെ ഒന്നാം സ്കെഡ്യൂളിൽ നോൺ ബെയിലബിൾ ആണെന്ന് പറയുന്ന, മറ്റ് നിയമങ്ങൾക്കകത്താണെങ്കിലും നോൺ ബെയിലബിൾ അല്ലെങ്കിൽ ബെയിലബിൾ അല്ല എന്ന് പറയുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും എന്താണ്? നോൺ ബെയിലബിൾ ആണ്. അപ്പൊ നോൺ ബെയിലബിൾ ആർക്കാണ്? ഒരു നോൺ ബെയിലബിൾ കുറ്റകൃത്യങ്ങൾക്കകത്ത് ജാമ്യം കൊടുക്കാനുള്ള അധികാരം ഉള്ളത് എന്ന് നോക്കുകയാണെങ്കിൽ അത് ആർക്ക് മാത്രമേ ഉള്ളൂ? കോടതിക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ആ കേസ് എന്റർടൈൻ ചെയ്യാൻ അധികാരമുള്ള കോടതിക്കും അതിന്റെ മുകൾ കോടതികൾക്കുമായിരിക്കും ഓരോ കേസിന്റെ അകത്തും നോൺ ബെയിലബിൾ കേസുകൾക്കകത്തും ജാമ്യം കൊടുക്കാനുള്ള അധികാരം ഉണ്ടാവുക. ഒരിക്കലും പോലീസ് ഓഫീസർക്കോ പോലീസ് സ്റ്റേഷന്റെ അകത്തുനിന്നൊന്നും നോൺ ബെയിലബിൾ കേസിന്റെ അകത്ത് ജാമ്യം എടുക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇവിടെ നോൺ ബെയിലബിൾ കേസുകൾക്കകത്ത് ജാമ്യം എന്നുള്ളത് എന്താണ്? റൈറ്റ് ആണോ? റൈറ്റ് എന്ന രീതിയിലല്ല പറയുന്നത് അക്യൂസറിന്റെ, മറിച്ച് ദാറ്റ് ഇസ് എ ഡിസ്ക്രിഷൻ ഓഫ് ദി കോർട്ട്. കോടതിയുടെ ഒരു വിവേചന അധികാരം പോലെയുള്ള ഡിസ്ക്രിഷൻ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് അവിടെ ബെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കോടതിക്ക് മാത്രമേ നോൺ ബെയിലബിൾ ഒഫൻസിൽ ബെയിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അത് കോടതിയുടെ ഡിസ്ക്രിഷൻ ആണ് ബെയിൽ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. ഓക്കെ, പിന്നെ നോൺ ബെയിലബിൾ കുറ്റകൃത്യത്തിന് എക്സാമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക? ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ തെഫ്റ്റ്, മോഷണം, അല്ലെങ്കിൽ ഡെക്കോയിറ്റി, അല്ലെങ്കിൽ എന്താ പറയാ റോബറി, കവർച്ച, അല്ലെങ്കിൽ മർഡർ, അല്ലെങ്കിൽ റേപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്താണ്? നോൺ ബെയിലബിൾ ഒഫൻസ് ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഒരുപാട് ഉദാഹരണങ്ങൾ ഇനിയും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നോൺ ബെയിലബിൾ ഒഫൻസ്. അപ്പൊ ബെയിലബിൾ ഒഫൻസിനെയും നോൺ ബെയിലബിൾ ഒഫൻസിനെയും എല്ലാം ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 2(1)(c) ആണ്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പം വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ഭാഗങ്ങൾ നമ്മുടെ ക്ലാസ്സിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പൊ അതും കൂടെ വാച്ച് ചെയ്യാം. ഓക്കെ, താങ്ക് യു.